പഴയ പട്ട് സാരിയൊക്കെ ഉടുക്കാതെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ എടുത്തിട്ട് വേഗം പോരെ നമുക്കൊരു അടിപൊളി ബാഗ് തയ്ച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വീഡിയോ കാണാം. ബാഗ് തയ്ക്കാനായിട്ട് ഞാനെടുത്ത തുണിയുടെ നീളവും വീതിയാണ് കേട്ടോ പറയാൻ പോണത്. അപ്പോൾ അതിൻ്റെ നീളം 17.5 ഇഞ്ചും വീതി ഞാൻ എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. ഞാനിത്തിരി വലിയ ബാഗ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ബാഗ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തോരാണ് തുണിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയൊരളവായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ നമ്മുടെ കയ്യിലുള്ള തുണീനെ. ഇതേ അളവിൽ നമുക്ക് 2 പീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ബാക്കിലേക്കും നമുക്കതുപോലെ തന്നെ ഫ്രണ്ട് വശത്തേക്കും അതിന് വേണ്ടിയിട്ട് 2 പീസ് നമ്മൾ ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേ രീതിക്ക് നമ്മളിങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു അറ്റത്തു നിന്ന് നമുക്ക് 1 ഇഞ്ചോളം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ സൈഡിലേക്ക്. 1 ഇഞ്ച് നമ്മൾ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴോട്ട് ഒരു സെൻറ്റർ വശം നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ താഴ്വശത്തേക്ക് നമ്മൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് പോലെയാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ തുണിയിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള തുണിയിൽ ഇതേ രീതിക്ക് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് കേട്ടോ നമ്മുടെ ബാഗിൻ്റെ താഴ്വശത്ത് കിട്ടേണ്ടത്. ഒരേപോലെ നമ്മളിപ്പോൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ നമുക്ക് ലൈനിങ് പീസും കൂടി വേണം. അപ്പോൾ ലൈനിങ് എൻ്റെ കയ്യിൽ വേറെ ഇല്ലാത്ത കാരണം ഞാൻ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതേ ഷേപ്പിൽ ഇപ്പോൾ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് അടക്കം. ഇനി നമുക്ക് വള്ളി തയ്ക്കാനായിട്ട് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒന്നില്ലെങ്കിൽ ക്യാൻവാസ് എടുക്കുക, ഇല്ലെങ്കിൽ ഇതേ രീതിക്കുള്ള കവറുകൾ എന്തെങ്കിലും എടുക്കാം കേട്ടോ ഉള്ളിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ തുണി എടുത്തതിന് ശേഷം നമ്മളെടുത്ത കവറും ഈ തുണിയും തമ്മിൽ സൈഡൊന്ന് കൂട്ടി തയ്ച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു കവറിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വെട്ടി മാറ്റി കളയണം കേട്ടോ. നമ്മുടെ ഈ ഒരു ബാഗിന് 2 വലിയ അറകൾ ആയിട്ടുള്ള ബാഗാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ എടുത്ത ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് തൊട്ട് താഴേക്ക് 3 ഇഞ്ചോളം താഴോട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വലിയ സിബ് വെച്ച് പിടിപ്പിക്കണം. അപ്പം ഇതേപോലെ സിബ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് സിബിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഇതേ രീതിക്ക് തന്നെ അതിൻ്റെ 2 സൈഡും തയ്ക്കുക. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ സിബൊന്ന് താഴോട്ട് വലിച്ച് വെക്കില്ലേ അതുപോലെ വലിച്ച് തുറന്ന് വെച്ചതിൻ്റെ ശേഷം തയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സിബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഭാഗത്ത് നമുക്ക് കറക്റ്റ് ഒരു പോക്കറ്റ് പോലെ കിട്ടാനായിട്ട് തൊട്ട് താഴെ ഞാൻ ലൈനിങ് പീസും കൂടി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് മുഴുവനായിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ.
ബാഗിൻ്റെ രണ്ട് സൈഡും രണ്ട് തരത്തിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തയ്ച്ചത് ഭാഗം നമ്മളിനി സിബ് വയ്ക്കുന്ന സമയത്ത് ഒന്നുള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷമാണ് സിബ് വയ്ക്കേണ്ടത്. ഇപ്പോൾ രണ്ടാമത് കാണിക്കുന്നത് നമ്മൾ ലൈനിങ് പീസ് മേലെ വെച്ചതിന് ശേഷം തയ്ച്ചിട്ട് നമ്മൾ തൊട്ട് ബാക്കിലേക്ക് മറച്ചിടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിക്കാണ് നമ്മളിപ്പോൾ രണ്ടാമത് തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തയ്ച്ചിട്ടുള്ള ആ തേരുവശം ഉണ്ടല്ലോ അത് ഉൾവശത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് കാണില്ല തയ്ച്ചത്. അപ്പോൾ ആ ഒരു വശം നല്ല വൃത്തിക്ക് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ തയ്ക്കാൻ പോണ സിബ്ബ് കറക്റ്റ് ബാഗിൻ്റെ സെൻറ്റർ വശത്ത് വരുന്ന സിബ്ബാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സിബിൻ്റെ ആ ഒരു സൈഡിൽ വെച്ചിട്ട് തയ്ക്കുക. രണ്ടാമത്തെ സൈഡ് തയ്ക്കുമ്പോൾ നമുക്ക് വെറുതെ വെച്ചാൽ മതി കേട്ടോ, മടക്കണ്ട. ബാഗിൻ്റെ രണ്ട് പോക്കറ്റും നമ്മൾ സിബ്ബ് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ബാഗിന് നമ്മൾ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വള്ളി നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവെടുക്കാം. എത്രയ്ക്ക് താഴോട്ട് ബാഗ് നിൽക്കണമെന്നുണ്ടെങ്കിൽ വള്ളിയുടെ നീളം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. നമ്മളെടുത്തിട്ടുള്ള വള്ളിയുടെ നീളം എന്ന് പറയാനായിട്ട് 32 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ സൈഡ് വശം ഉണ്ടല്ലോ അതിൻ്റെ ഒരു അളവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഇനി വേറൊരു പീസ് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തൊട്ടപ്പുറത്തെ സൈഡിൽ വരുന്ന സൈഡ് വരയ്ക്കുള്ള അളവാണ് നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 37 ഇഞ്ചാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു നീളത്തിലുള്ള തുണിയാണ് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത്. സൈഡ് വശത്ത് എത്രയാണോ നീളം കിട്ടിയ ആ ഒരു അളവും അതിൻ്റെ വീതി എടുക്കേണ്ടത് 4 ഇഞ്ചാണ് കേട്ടോ. തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു പീസാണ് കേട്ടോ ഞാൻ ഇതുപോലെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബാഗിന് ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലെ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മളൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ 37 ഇഞ്ചിൽ. അപ്പോൾ 37 ഇഞ്ച് നീളം നമുക്ക് കിട്ടാത്ത കാരണം ചെറിയൊരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നടു മടക്കി പിടിച്ചതിന് ശേഷം 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ സൈഡിൽ നിന്ന് ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ടേ തൊട്ട് താഴോട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ബാഗിൻ്റെ സൈഡ് തയ്ക്കാനായിട്ട് വേണ്ടത്. 37 ഇഞ്ച് നീളത്തിലെടുത്തൊരു പീസ് ഉണ്ടല്ലോ നമുക്ക് 37 ഇഞ്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ രണ്ട് തെറ്റ് വശങ്ങളിലാണ് ഈ ഒരു ഷേപ്പ് കിട്ടേണ്ടത്. നമുക്ക് 37 ഇഞ്ച് നീളാക്കാനായിട്ട് നമ്മുടെ തുണിയുടെ സെൻറ്റർ വശം നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസും കൂടി നമ്മൾ കൂട്ടി തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ അളവിലുള്ള നമുക്ക് ലൈനിങ് പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബാഗിൻ്റെ ദേ പകുതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെടുത്തിട്ടുള്ള വള്ളി ഉണ്ടല്ലോ കറക്റ്റ് ആ സെൻറ്റർ വശത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം ബാക്കി ഭാഗം നിൽക്കേണ്ടത് ഉള്ളിലേക്കാണ്. വള്ളി തയ്ച്ചെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ മേൽവശത്ത് കൂടെ വേണം സൈഡിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു തുണി വെച്ച് തയ്ച്ച് തുടങ്ങാനായിട്ട്. നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു തുണിയുടെ കറക്റ്റ് ആ സ്ക്വയർ ഷേപ്പ് വരുന്നുണ്ടല്ലോ അത് ഇതേ രീതിക്ക് കറക്റ്റായിട്ട് നേരെ സെൻറ്റർ വശത്ത് നിന്നിട്ട് കുറച്ച് ഭാഗം തയ്ക്കുക. അതിന് ശേഷം പിന്നെ ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ കറക്റ്റ് ആ റൗണ്ട് വശം പോലെ ഇങ്ങനെ കറക്റ്റ് ആ ഒരു തുണി ചെരിച്ച് വെച്ച് തയ്ച്ച് വരാം കേട്ടോ.
ഒരു സൈഡ് ഇതേ മുഴുവനായി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റത്തെത്തിയപ്പോൾ നമ്മളത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടിയിട്ടാണ് കേട്ടോ ഇനി തയ്ച്ച് വരുന്നത്. സൈഡ് വശം മുഴുവനായി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാഗിനെ നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ആ ഒരു സിബിൻ്റെ വശം ഒന്നിങ്ങനെ കൈകൊണ്ട് അകത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് ബാഗ് തിരിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേസ്റ്റായിട്ടിരിക്കുന്ന തുണികളൊക്കെ എടുത്തിട്ടേ ബാഗ് തയ്ക്കാനായിട്ട് നമുക്ക് അധികം ചിലവൊന്നുമില്ല കേട്ടോ. ആ ഒരു സിബ് വാങ്ങിക്കുന്ന ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. എനിക്കിത്തിരി വലിയ ബാഗിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണമാണ് ഞാൻ ഈ ഒരളവിൽ ഇത്തിരി വലിയ ബാഗൊക്കെ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ കേട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ കൊള്ളും കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിൽ കുറേ തുണികളും ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ അതിൽ. നമ്മുടെ കൂട്ടുകാർക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചെറിയ ബാഗിൻ്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിനേക്കാളും അളവൊന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൈസ കൊടുത്തിട്ട് ബാഗൊന്നും ഇനി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഇതുപോലെയുള്ള തുണികളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള അടിപൊളി ബാഗുകൾ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.